إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين والذي أطمع أن يغفر لي خطيئتي يوم الدين ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ കാരുണ്യത്തിന്റെ നിഴലിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും അവനെയും അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പകർത്തിയും പാലിച്ചും ജീവിതം ധന്യമാകുന്ന അടിമകളിൽപ്പെടാൻ ശ്രദ്ധിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, രോഗം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ രോഗമെന്നത് നമുക്കൊക്കെ അറിയാം, നമ്മളാരും കൊതിക്കാത്തതാണ്, നമ്മളാരും ഇഷ്ടപ്പെടാത്തതുമാണ്. സുഖലോലുപതയിലും സുഭിക്ഷതയിലുമൊക്കെ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും സദാസമയത്തും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരവസ്ഥയിൽ ഡോക്ടറുടെ അടുക്കലെത്തി അവർ നിങ്ങൾ ഇത്ര കിലോമീറ്റർ നടക്കണം, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം, ഉറക്കമൊഴിഞ്ഞ് മൊബൈലിലും മറ്റുമായി സമയം ചെലവഴിക്കുന്ന നമ്മളോട് ഇത്ര മണിക്കൂർ നിങ്ങൾ നിർബന്ധമായിട്ട് ഉറങ്ങണം, ഇത്ര ലിറ്റർ വെള്ളം നിങ്ങൾ കുടിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ കൃത്യതയോടെ അനുസരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. കാരണം പിടിപെട്ടിരിക്കുന്ന രോഗത്തിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാനാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കാറുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ രോഗമില്ലാത്ത അവസ്ഥക്ക് വേണ്ടി തയ്യാറാവുക എന്നത് നമുക്കൊക്കെയും ബാധ്യതയുള്ള സംഗതിയാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് അവന്റെ എല്ലാ അള്ളാഹു അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രമപ്പെടുത്തിയ രീതിയിൽ നിന്ന് അതിക്രമിക്കാതെ
അതോടൊപ്പം അവന്റെ വരുമാനങ്ങളിലും റിസ്കുകളിലുമെല്ലാം ഹലാലല്ലാത്തതൊന്നും തന്നെ കലർന്നു വരാതെ അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ഈ പറഞ്ഞ സുരക്ഷിതത്വത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, യാ അയ്യുഹന്നാസ് ലാ തമന്നൗ ലിഖാഅൽ അദു വസലുല്ലാഹൽ ആഫിയ. സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാ, ജനങ്ങളെ, നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത്, നിങ്ങൾ ക്ഷേമത്തിനായി തേടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ക്ഷേമത്തിനായി സൗഖ്യത്തിനായി തേടുകയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മറ്റൊരു സ്ഥലത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, പ്രഭാത പ്രദോഷ സമയങ്ങളിൽ രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുവേ എന്റെ ശരീരത്തിന് നീ ആരോഗ്യം നൽകണമേ. സഹോദരങ്ങളെ, നമുക്കൊക്കെ രോഗം പിടിപെടാറുണ്ട്, പെട്ടെന്ന് തന്നെ ശിഫയാകാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ ശിഫ ലഭിക്കുന്ന ചെറിയ രോഗങ്ങളെ നമുക്കൊക്കെ പിടിപെട്ടിട്ടുള്ളൂ, അൽഹംദുലില്ലാഹ്. എന്നാൽ വളരെ ഒന്നോ രണ്ടോ ആളുകൾക്ക് മാരക രോഗങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ അവർ രോഗിയായിരിക്കാം. അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. എന്തു തന്നെയായാലും പ്രാർത്ഥിച്ചതിനെ പ്രതിരോധിക്കുക എന്നതാണ് ഇഖ്ലാസുള്ള മുഖ്ലിസുകളായ മുഅ്മിനുകളായ മുത്തഖികളായ നമുക്കെല്ലാവർക്കുമുള്ള പോംവഴി അതേയുള്ളൂ. എന്നിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ രോഗം തന്നേക്കും. അത് അല്ലാഹുവിന്റെ കിതാബിൽ ആകാശലോകങ്ങൾ പടക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ കിതാബിൽ എഴുതിയിട്ടുണ്ടാകും. ഇന്ന പ്രവാചകന്മാർക്കൊക്കെ ഇന്ന രോഗം, ഇന്ന സ്വാലിഹീങ്ങൾക്കെല്ലാം ഇന്ന രോഗം, ഇന്ന പ്രതിസന്ധികൾ, ഇന്ന പ്രയാസങ്ങൾ, ഇന്ന നഷ്ടങ്ങൾ, ഇന്ന അവയവ നഷ്ടങ്ങൾ, മക്കളുടെ നഷ്ടങ്ങൾ. അതുപോലെ പ്രിയപ്പെട്ടവരെ, ആകാശവും ഭൂമിയും പടക്കുന്നതിന്റെ മുമ്പ് അള്ളാന്റെ അടുക്കൽ ഒരു കിതാബുണ്ട് നമ്മളുടെ കാര്യത്തിൽ. ആ കിതാബിൽ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നാളുടെ അവസാനത്തെ വെള്ളിയാഴ്ച, ആരോഗ്യപൂർവ്വം ജുമുഅക്ക് പങ്കെടുക്കുന്ന വെള്ളിയാഴ്ച ഇന്ന ഡേറ്റ് ആയിരിക്കും എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച മുതൽ അയാൾ രോഗിയാണ്. അള്ളാഹു നമ്മെ എല്ലാരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ എഴുതി വെച്ച കിതാബിലെ അള്ളാഹുവിന്റെ ആ തഖ്ദീർ, ആ വിധി, അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുന്ന, നമുക്ക് വെച്ചിരിക്കുന്ന, അള്ളാഹു എഴുതി തീരുമാനിച്ച വിധിയെ നമുക്ക് മാറ്റാൻ പറ്റും. എങ്ങനെ? ഈ പ്രാർത്ഥന കൊണ്ട് മാത്രം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും സദാസമയത്തും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. اللهم عافني في بدني، اللهم عافني في سمعي، اللهم عافني في بصري، لا إله إلا أنت. رسول الله صلى الله عليه وسلم പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുവേ എന്റെ ആരോഗ്യം, എന്റെ ശരീരത്തിന് നീ പൂർണ്ണ ആരോഗ്യം നൽകണമേ. അല്ലാഹുവേ എന്റെ കേൾവിക്ക് നീ പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും നൽകണമേ. അല്ലാഹുവേ എന്റെ കാഴ്ചക്ക് നീ സൗഖ്യവും ആരോഗ്യവും നൽകണമേ. നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല റബ്ബേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ശുഅറായിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ. എന്നെ സൃഷ്ടിച്ചുള്ള, നമ്മളെയൊക്കെ സൃഷ്ടിച്ചുള്ളവൻ എത്ര അല്ലാഹു, അവനാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവൻ നമുക്ക് മാർഗദർശനം നൽകുന്നു, നമുക്ക് മാർഗദർശനം നൽകുന്നതും പടച്ചവനാണ്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്കീൻ, അവനാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത്. അല്ലാഹു എനിക്ക് ഭക്ഷണം നൽകുന്നു, എനിക്ക് കുടിക്കുവാനുള്ളതും അല്ലാഹു നൽകുന്നു, അല്ലാഹുവാണ് തരുന്നത്. എന്നിട്ട് പറഞ്ഞു, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം ബാധിച്ചാൽ എന്നെ സുഖപ്പെടുത്തുന്നതും അല്ലാഹുവാകുന്നു. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, എന്നെ മരണപ്പെടുത്തുകയും പിന്നീട് എന്നെ ജീവിപ്പിക്കുകയും ചെയ്യുന്നവരും അവനാണ്. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫല നടപടിയുടെ ദിവസം എന്റെ തെറ്റ് എനിക്ക് പുറത്തു തരുമെന്ന്, എന്റെ പിഴവ് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് ഞാൻ മോഹിക്കുന്നു, വിചാരിക്കുന്നു. ഇതൊക്കെയും പ്രിയപ്പെട്ടവരെ പടച്ചവൻ വിചാരിച്ചാലേ നടക്കുള്ളൂ എന്നർത്ഥം.
അതിനിടയിൽ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മളോട് ചില കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചികിത്സിക്കുക, വിശകരന്മാരുടെ അടുത്ത് ചെന്ന് നോക്കുക, വിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗശമനത്തിനായി പ്രത്യേകം പറഞ്ഞ ഒന്നാണ് സദഖ നൽകുക, ഇസ്തിഗ്ഫാർ നൽകുക. സുബ്ഹാനല്ലാഹ്, എല്ലാവിധ സൗഖ്യങ്ങൾക്കും ക്ഷേമങ്ങൾക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ദാനധർമ്മം നൽകുക. അതൊക്കെ നമ്മളെ ഇപ്പറം പറഞ്ഞ പോലുള്ള ആപത്തിൽ നിന്ന് തടയാനും, അതേപോലെ തന്നെ നമുക്ക് ഉത്തരവാദിത്തമുള്ള മറ്റു ചിലതുണ്ട്. പ്രിയപ്പെട്ടവരെ, രോഗികളെ സന്ദർശിക്കുകയും രോഗികളെയും പ്രയാസപ്പെടുന്നവർക്കും സാന്ത്വനമായി അതിൽ വർത്തിക്കുകയും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുക. അത് നമുക്കില്ലാതെയെങ്കിലും ഉള്ളൊരു സഹായം നമുക്ക് തരും. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് രോഗികളെ സന്ദർശിക്കുക എന്നത് വെറുതെ കുടുംബക്കാര് എല്ലാവരും പോയിട്ടുണ്ട്, ഞാൻ മാത്രം പോയിട്ടില്ല, അത് ശരിയായില്ല, മോശമാണ് എന്ന് വിചാരിച്ചിട്ട് പോയിട്ടൊന്നും കാര്യമില്ല. അതിന്റെ പ്രതിഫലം കുടുംബക്കാരെ തരുള്ളൂ. ഇനി ഇന്ന ആള് സുഖമില്ലാതെ കിടന്നു, ഞാൻ മാത്രമാണ് എത്തിയിട്ടില്ലെങ്കിൽ മൂപ്പര് നോട്ട് ചെയ്യട്ടോ എന്ന് വിചാരിച്ചിട്ടാ പോകുന്നതെങ്കിൽ കൂലി അയാളെ തരുള്ളൂ, അള്ള തരൂല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് രോഗസന്ദർശനത്തിന് വേണ്ടി മതം പോലും നോക്കരുതെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പിന്നെന്ത് കുടുംബം? എല്ലാരെയും രോഗിയായി കിടക്കുന്ന ആളുകളെ സന്ദർശിക്കുക. അയാളെ സന്ദർശിക്കുന്ന കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടോ അതിലെ മെമ്പറായിട്ടോ ഒന്നും കാര്യമില്ല. നമുക്ക് കൂലിയിട്ടണമെങ്കിൽ നമ്മൾ അവിടെ പോകണം. ഫോണിൽ മാത്രം വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ അറിയുന്നുണ്ട്, ഞാൻ എന്താ അന്വേഷിക്കുന്നുണ്ട് എന്ന ബോധ്യപ്പെടുത്തലുകൊണ്ടൊന്നും ഈ പ്രതിഫലം നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് രോഗസന്ദർശനം എന്നത് നമുക്കെല്ലാവർക്കും ബാധ്യതയുള്ള, ഒരു സാമൂഹിക ജീവി എന്ന നിലക്ക് നമുക്ക് ബാധ്യതയുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു പ്രാർത്ഥനയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫ്വ വൽ ആഫിയ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രവാചകൻ പഠിപ്പിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫ്വ വൽ ആഫിയത ഫി ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവേ ഞാൻ നിന്നോട് സൗഖ്യത്തിന് വേണ്ടി തേടുകയാണ്. രണ്ട് ലോകത്തും എനിക്ക് സൗഖ്യം തരണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫ്വ വൽ ആഫിയത ഫി ദീനി വ ദുനിയായ. അല്ലാഹുവേ എന്റെ ദീനിലും എന്റെ ദുനിയാവിലും എനിക്ക് സൗഖ്യം നീ നൽകണമേ. അതോടൊപ്പം അതിൽ ചോദിക്കുന്നുണ്ട് അസ്അലുക്കൽ ആഫ്വ, എനിക്ക് പുറത്തു തരുകയും ചെയ്യണമേ, എനിക്ക് മാപ്പ് തരണേ, അതിന്റെ കൂടെ എനിക്ക് സൗഖ്യവും തരണേ എന്ന പ്രാർത്ഥന. നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി രോഗിയായി കിടക്കുന്നത് സന്ദർശിച്ചു. ആ രോഗിയോട് എല്ലാം പ്രാർത്ഥിക്കാറില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ ആ സഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് ഇങ്ങനെയാണ്, പടച്ചോനെ ഈ ദുനിയാവിൽ ഞാൻ കുറച്ച് നരകിച്ചാലും പരലോകത്ത് എനിക്ക് സൗഖ്യം നൽകണേ, എനിക്ക് രക്ഷ നൽകണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് എന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രവാചകൻ തിരുത്തി കൊടുത്തു, അങ്ങനെ പറ്റൂല. പ്രാർത്ഥിക്കേണ്ടത് ആഖിറത്തിലെ സൗഖ്യം മാത്രം പോരാ, ദുനിയാവിലും സൗഖ്യം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിലും ആഖിറത്തിലും നല്ലത് ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ദുനിയാവിൽ ഒരാൾ രോഗിയായി കിടന്നാൽ അയാൾ വിചാരിക്കുകയാണ്, ഞാൻ രോഗിയായിട്ട് ഇങ്ങനെ തുടർന്നോട്ടെ, ഉത്തരവാദിത്തങ്ങളൊന്നും ഉണ്ടാവില്ല, ഇബാദത്തുകൾ ഇല്ലാതാവും, അല്ലേ, മറ്റുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ അയാൾ ആബ്സെന്റ് ആകും. എന്നിട്ട് അയാൾക്ക് പരലോകത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ റസൂൽ പറയാൻ എന്ത്, ഇവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടണം, സൗഖ്യം കിട്ടണം, ആഫിയത്ത് കിട്ടണം. നിങ്ങൾക്ക് അറിയോ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന തൗഫീഖുകളിൽ, അനുഗ്രഹങ്ങളിൽ, അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാമത്തെ അനുഗ്രഹം എന്നത് ഒരാൾക്ക് ഹിദായത്ത് കിട്ടുക എന്നുള്ളതാണ്. ഹിദായത്തിന്റെ അടയാളാണ് ഇത്. വെള്ളിയാഴ്ച അള്ളാന്റെ പള്ളിയിൽ വരുന്നു, ഖുതുബ കേൾക്കുന്നു, 5 നേരം നമസ്കരിക്കുന്നു, സൽക്കർമ്മങ്ങളിൽ നിരതരാകുന്നു. ഹിദായത്ത് എന്ന് പറയുന്നത് ചെറിയ സംഗതിയായിട്ട് നമ്മൾ ആരും കാണരുത്. പല പ്രവാചകന്മാരുടെ പിതാക്കൾക്ക് കിട്ടാത്ത, ഉമ്മാക്ക് കിട്ടാത്ത, മാതാപിതാക്കൾക്ക് കിട്ടാത്ത, ഭാര്യക്ക് കിട്ടാത്ത, പല പ്രവാചകന്മാരുടെ മക്കൾക്ക് കൊടുക്കാത്ത, 950 വർഷം ജീവിച്ച നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ജീവിച്ച പ്രിയ പത്നിക്ക് കൊടുക്കാത്ത. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അവന്റെ ഹുദ സ്വീകരിച്ച് അവന്റെ മാർഗദർശനം സ്വീകരിച്ച് അള്ളാഹുവിനെ ആരാധിച്ച്
ഒരു മുസ്ലിമായി ജീവിക്കുക എന്നത് ചെറിയ കാര്യമല്ല. ആരും അത് നിസ്സാരമാക്കരുത്. മറ്റു പ്രമാണങ്ങളെ പോലെ, മറ്റു മതങ്ങളെ പോലെ ഒരു ദർശനം ആരോ പണ്ടുണ്ടാക്കി വെച്ചതോ എഴുതി വെച്ചതോ ആയ ഒരു സംഗതി, അറബ് നാട്ടിൽ നിന്ന് പുറപ്പെട്ടൊരു സംവിധാനം. അതുകൊണ്ട് തന്നെ അതിന്റെ നിയമങ്ങളും നിയമാവലികളും ഒക്കെ അറബിയിലാണ് എന്നൊക്കെ വിചാരിച്ച് നിരത്തുന്ന ആളുകളുണ്ട്. അല്ല, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ മതം ഇസ്ലാമാണ്, അള്ളാന്റെ ദീന്. ആ ദീന് എന്നത് ഒരാൾക്ക് ലഭിക്കുക എന്നത് ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ടവരെ. പ്രവാചകൻ പോലും പരിശ്രമിച്ചിട്ട് ചിലർക്ക് കിട്ടിയിട്ടില്ല, റസൂലുള്ളാഹി പോലും പ്രാർത്ഥിച്ചിട്ട് ചിലർക്ക് കിട്ടിയിട്ടില്ല. ആലോചിക്കണം, അള്ളാഹ് വിചാരിക്കേണ്ടതാണ്. അള്ളാഹു വിചാരിച്ച ആളുകൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ഇതാണ് ഒന്നാമത്തെ അള്ളാന്റെ അനുഗ്രഹം. രണ്ടാമത്തെ അനുഗ്രഹം അത് കഴിഞ്ഞാൽ ആഫിയത്താണ്. ആഫിയത്ത് ലഭിക്കുക എന്നത് ചെറിയ കാര്യമല്ല. യൗവനത്തിൽ നല്ല ചുറുചുറുക്കോടെ ജീവിക്കുന്ന ഒരു യുവാവ് ഒരു ആക്സിഡന്റോട് കൂടിയിട്ട് അയാളുടെ കാല് നഷ്ടപ്പെടാതിരിക്കുക. ഇത് ഉദാഹരണമല്ല, ഇതൊക്കെ സംഭവിച്ചതാ പറയുന്നത്. അതോടുകൂടി അയാൾ എന്ത് ചെയ്യാണ്? ഒരു സ്റ്റിക്കിലാവുകയാണ്, ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്ത ഒരു കാലിലാവുകയാണ്. കാണാനും നടക്കാനും നീന്താനും ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അയാൾക്ക് കാലുണ്ടോ പ്രിയപ്പെട്ടവരെ? അവർക്ക് കാലില്ല. ആലോചിക്കേ, ചില ആക്സിഡന്റിൽ ചില അവയവങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരും. കണ്ടില്ലേ കഴിഞ്ഞ വയനാട്ടിലെ അപകടത്തിലൊക്കെ ആദ്യത്തെ ട്രിപ്പിലെ ഈ ജനങ്ങളെ രക്ഷിക്കുന്ന ഘട്ടത്തിൽ അവിടുത്തെ പിന്നെ MLA ഒക്കെ പറഞ്ഞത് കണ്ടില്ലേ? ആദ്യം തന്നെ ഒരു മരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാളെയാണ് ഞങ്ങൾ കണ്ടത്. അയാളെ രക്ഷപ്പെടുത്തണമെങ്കിൽ അയാളെ കൈ മുറിക്കേണ്ടി വന്നു. ഇയാൾ മുറിച്ചിട്ടാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. കേൾക്കുമ്പോൾ വിറക്കുകയാണ് നമ്മൾ. ഒരു ജീവൻ രക്ഷിക്കാൻ അയാളുടെ ആ കുടുങ്ങിക്കിടക്കുന്നത് മുറിക്കുക എന്നുള്ളത് അവരുടെ മുന്നിൽ മാർഗമുള്ളൂ. ട്രെയിൻ അപകടത്തിൽ വർഷങ്ങൾക്ക് ഓർമ്മയില്ലേ കടലുണ്ടിയും പലരെയും മുറിച്ചിട്ടാണ് രക്ഷപ്പെടുത്തിയത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ സൗഖ്യം അതില്ലാതാകാൻ ഒരു ചെറിയ ആക്സിഡന്റ് മതി പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ രോഗം മതി പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെയും പലപ്പോഴും നമ്മളുടെ ആന്തരിക അവയവങ്ങളിൽ പല രോഗവും പേറിയിട്ടായിരിക്കും ഇവിടെ ഞാൻ നിൽക്കുന്നതും അവിടെ നിങ്ങൾ ഇരിക്കുന്നതും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതൊക്കെ വലുതായി പുറപ്പെട്ട് കയ്യിൽ നിന്ന് പോയാലാണ് പലപ്പോഴും നമ്മളൊക്കെ അറിയാറ് പോലുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥന നിർബന്ധമാണ്. ആഫിയത്തിന് വേണ്ടിയിട്ട് സദാസമയം എല്ലാവരും തേടിക്കൊള്ളി. മറ്റൊന്നുകൊണ്ടും അതിനെ രക്ഷപ്പെടുത്താനാവില്ല. ഒരു കോടീശ്വരനായ മനുഷ്യൻ പറഞ്ഞില്ലേ, തന്റെ പിതാവ് ആക്സിഡന്റിൽ പെട്ട് മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞത് എന്താ? പണം കൊണ്ട് രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നെങ്കിൽ എനിക്കത് കഴിയുമായിരുന്നു. പണം കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയൂല, അള്ളാഹ് തന്നെ വിചാരിക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സദാസമയത്തും പ്രാർത്ഥിക്കുക. ഇവിടെ ആഫിയത്ത് എന്നതിന്റെ ഉദ്ദേശം മതവിഷയത്തിലെ പരീക്ഷണങ്ങളിൽ നിന്നും ശാരീരിക രോഗങ്ങളിൽ നിന്നും കഠിന പരീക്ഷണങ്ങളിൽ നിന്നുമുള്ള രക്ഷയാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നത്. രോഗം എന്ന പരീക്ഷണത്തിൽ നിന്നും രക്ഷ ലഭിക്കുക എന്നുള്ളത് ഒരു അനുഗ്രഹം. രോഗം ഉണ്ടാവും, രോഗം പലർക്കും ഉണ്ടായിട്ടുണ്ട്, പ്രവാചകന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്, അമ്പിയാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും പൂർണ്ണ ശിഫ ലഭിക്കുക എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. ശിഫ ലഭിക്കാനുള്ള ക്വാളിറ്റി അയാൾക്കുണ്ടെങ്കിൽ, അതിനുള്ള പണി അയാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അയാളെ രക്ഷപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. നിങ്ങൾ ചികിത്സിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറഞ്ഞു. ഇനിയോ ചികിത്സയില്ലാത്ത ശിഫയില്ലാത്ത ഒരു രോഗവുമില്ല എന്ന് പ്രവാചകൻ. നമ്മൾ പലതും പറയും അതിന് ചികിത്സ ഇല്ല, അത് വന്നാ കഴിഞ്ഞു. നോ, ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു മുസൽമാന് ഏത് രോഗത്തിൽ നിന്നും ശിഫ ലഭിക്കും, ഒരു സംശയവുമില്ല. ചില രോഗങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ എത്തിയിട്ട് അവരുടെ ഹാർട്ടിന്റെ ആ ട്യൂബിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ ബ്ലോക്ക്, അത് നിർത്തണം. അതൊരു പക്ഷെ അടർന്നു വീണു പോയാൽ അയാൾ മരിക്കും. അടർന്നു വീഴാൻ പാടില്ല, അത് എടുത്തു മാറ്റണം എന്ന് വിചാരിച്ച് സർജറി തുടങ്ങുന്ന സമയത്ത് എല്ലാവരോടും പ്രാർത്ഥിക്കാനുള്ള നിർദ്ദേശമൊക്കെ ഉണ്ട്. സർജറി തുടങ്ങി അതിന്റെ അടുക്കലേക്ക് എത്തിയപ്പോ ആ സാധനം അവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അള്ളാഹ് വിചാരിച്ചാൽ ആ ബ്ലോക്ക് ഡോക്ടറുടെ കൈകളിലേക്ക് പോലും കിട്ടാത്ത വിധത്തിൽ എടുത്തു കളയാൻ കഴിവുള്ളവനാണ് നമ്മുടെ റബ്ബ് സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും എന്തറിയോ, ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കുന്ന ആളാണ്. ഉണങ്ങിയ തേങ്ങ പല ആയുധങ്ങൾ കൊണ്ടും കൊത്തിയാലും പൊട്ടിച്ചാലും മുറിയാത്ത തേങ്ങയെ ആ തേങ്ങയിൽ നിന്നും പൊട്ടിമുളച്ചു വരുന്ന, അങ്ങനെ ചൊട്ടിയാൽ തെറിച്ചു പോകുന്ന വളരെ എന്താ പറയാ ദുർബലമായ അതിന്റെ പൊട്ടിമുളച്ചു വരുന്ന തൈകൾ മുളച്ചു വരുന്നത് എന്ത് പൊട്ടിച്ചിട്ടാ? വലിയ ആയുധങ്ങൾ കൊണ്ട് പൊട്ടിക്കാത്ത മടലുകളെ വിച്ഛേദിച്ച് അതിന്റെ ഉള്ളിലൂടെ തളിരുകൾ വരുന്നു കാണുന്നില്ലേ? ഉണങ്ങിയിട്ട് നമ്മൾ തുരിശായ ഭൂമിയിൽ വേണ്ടാതായി വലിച്ചെറിയുന്ന വസ്തുവിൽ നിന്ന് തളിർത്ത് വലുതാകുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ആലോചിച്ച് നോക്ക്. ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്തല്ല, ഒരിക്കലും ഒരു വലിയ പണിയുള്ള കാര്യമല്ല. അതുകൊണ്ട് രോഗത്തിന്റെ ശിഫ അള്ളാഹുവിൽ നിന്ന് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കണം. പടച്ചോൻ വിചാരിച്ചാൽ നാളെ മാറും. പടച്ചോൻ വിചാരിച്ചാൽ എന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ ഇതൊരു വലിയ പോയിന്റ്.
രോഗങ്ങൾ നമുക്ക് വന്നാൽ ഒന്നാമത്തത് എന്താണ്? നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. സൂറത്തുൽ നിസായിൽ ഒരു ആയത്ത് പറയുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും മുസീബത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടല്ലാതെ ഇല്ല എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. നമ്മൾ എന്തോ പണിയൊപ്പിച്ചിട്ടാണ് ആ സംഗതി വന്നത്. ഇനി വേറൊരു കാര്യം, വലിയൊരു അപകടം പറയുന്നുണ്ട്. നമുക്ക് വല്ല പരീക്ഷണമോ പ്രയാസമോ രോഗമോ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നമ്മളുടെ ഏതോ പാപമായിരിക്കും അതിന് കാരണം. വ്യക്തികൾക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് അസുഖം വന്നാൽ അതിന്റെ കാരണം പിതാവായ നമ്മളായിരിക്കും. നമ്മുടെ ഭാര്യയ്ക്ക് രോഗം വന്നാൽ, അപകടങ്ങൾ വന്നാൽ, വല്ല മുസീബത്തും പിടിപെട്ടാൽ ചിലപ്പോൾ നമ്മുടെ പാപമായിരിക്കും. ആരും അറിയാതെ, സ്വകാര്യത്തിൽ ആരും അറിയാതെ, ഒരുപാട് കൊല്ലങ്ങൾ ചെയ്തിട്ടും പിടിക്കപ്പെടാതെ നമ്മൾ നിലനിർത്തിപ്പോരുന്ന ചില ഹറാമുകളായിരിക്കും ഇടത്തും വലത്തും നമ്മളെ കൂടെ സന്തോഷത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ചില അപകടങ്ങൾക്കും രോഗങ്ങൾക്കും വരെ കാരണമാകുക എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നിസായിലെ ചില ആയത്ത് വായിക്കുമ്പോൾ ബേജാറാകും. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വരുന്ന മുസീബത്തിന്റെ ഒരു കാരണം, സയ്യിഅത്തിൻ, ആ വരുന്ന പ്രതിസന്ധികളുടെ ഒരു വലിയ കാരണം നമ്മളുടെ പാപങ്ങളായിരിക്കും. അതുകൊണ്ട് പാപമുക്തമാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പണം. നമ്മൾ പ്രാർത്ഥിക്കുന്നു, എടുക്കുന്നില്ല പടച്ചോൻ. ബാപ്പങ്ങനെ രോഗാതുരമായ അവസ്ഥയിൽ വർഷങ്ങളായിട്ട് വെന്റിലേറ്ററിൽ, ICUവിൽ, ഹോസ്പിറ്റലുകളിൽ ഭാര്യയെ പലയിടത്തും ചികിത്സിച്ച് ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ വിചാരിച്ചു നോക്കി, രോഗിയായി കിടക്കുന്ന നമ്മുടെ ഭാര്യയുടെ ഒരു അവസ്ഥ. എന്തിനു പറ്റും ആ വീട്? എന്തിനു പറ്റും ആ വീട്? ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? എന്നിട്ട് മാറുന്നില്ലെങ്കിൽ എന്തിനു പറ്റും പ്രിയപ്പെട്ടവരെ? അതിനൊക്കെ ഒരു പക്ഷേ കാരണം നമ്മൾ എന്ത് പണം കൊടുത്തിട്ടും അത് ചികിത്സിച്ച് മാറുന്നില്ല. പണത്തിൽ എവിടെയോ മിസ്റ്റേക്ക്, നമ്മളുടെ പാപങ്ങൾക്ക് എവിടെയോ പ്രശ്നം, നമ്മളുടെ പാപങ്ങൾ ഇനിയും ബാക്കിയായിട്ട് കിടക്കുകയാണ്. ഇസ്തിഗ്ഫാറുകൾ ഇല്ലാത്തൊരു ലോകത്ത് ജീവിക്കുകയാണ്. ആ സമയത്തൊക്കെയും പ്രിയപ്പെട്ടവരെ ഈ പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് അതും നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. ഇനിയോ, രോഗിയെ സന്ദർശിക്കുക എന്നത് മഹത്തരമായ പുണ്യകർമ്മമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. രോഗിയെ സന്ദർശിക്കൽ വാജിബാണ്, പ്രബലമായ സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ് എന്നുവരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക ബാധ്യതയാണ് രോഗാതുരമായ അവസ്ഥയിൽ കിടക്കുന്ന ഒരാളെ സന്ദർശിക്കുക എന്നത് ഫർള് കിഫായയാണ് എന്നുവരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഒരു നാട്ടിലൊരു രോഗി അല്ലെങ്കിൽ ഒരു നാട്ടിലൊരു വീട്ടുകാർ മുഴുവൻ രോഗികളായി, സമൂഹത്തിന്റെ ബാധ്യതയാണ് അവിടെ ചെന്ന് നോക്കുക. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മളെ നാട് അതിന് ഒരുപാട് വിജയിച്ച നാടാണ്. നമ്മുടെ കൂട്ടായ്മകൾ അതിന് ഒരുപാട് മുന്നിൽ സഞ്ചരിക്കുന്ന കൂട്ടായ്മകളാണ്. അതിന് നമുക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും ലഭിക്കുമാറാവട്ടെ. എന്നിരുന്നാലും ചിലപ്പോൾ എന്തായിരിക്കും, പബ്ലിക്കിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ടാവും. പാർട്ടി ലെവലിലും പ്രസ്ഥാന ലെവലിലൊക്കെ നമ്മൾ ഇതിന് സജീവമായിട്ട് ഇടപെടുന്നുണ്ടാവും. പക്ഷേ കൂട്ടത്തില് രക്തത്തിൽ ജനിച്ചവരുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ചോരയാന്ന് പറയുന്ന ആള് വളരെ വലിയ പ്രയാസത്തിലായിരിക്കും. നമ്മൾ വിചാരിക്കും, നമ്മൾ എന്താ പറയാ, ആദ്യം ഞാൻ പോയതാണ്, ഞാൻ കൊടുത്തതാണ്, അതോടെ നമ്മൾക്ക് കഴിഞ്ഞു. അല്ല പ്രിയപ്പെട്ടവരെ, അല്ല. അവരുടെ പ്രയാസങ്ങളെ മാറ്റുന്നത് വരെ, അവരുടെ പ്രതിസന്ധികൾക്കൊപ്പം നമുക്ക് നിൽക്കാൻ സാധിക്കണം. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബാധ്യതയായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഇങ്ങനെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ നമ്മൾക്ക് കഴിഞ്ഞു, അതില്ല. നമ്മൾ അതിന്റെ പിന്നാലെ ഉണ്ടാകണം. അവരുടെ പ്രതിസന്ധികൾ എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. പല ആളുകൾക്കും പുറത്ത് പറയാൻ പറ്റാത്ത രോഗങ്ങൾ വരെ അള്ളാഹു കൊടുക്കുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്ത്രീകൾക്കൊക്കെ വളരെ വലിയ സ്വകാര്യ ഭാഗങ്ങളിൽ ഒക്കെ രോഗങ്ങൾ വരാറുണ്ട്. ഒരാളോട് പറയാൻ പറ്റാത്ത രോഗങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിൽ നിന്നെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളുടെ ആധിക്യമാണ് പണ്ഡിത ലോകത്ത് ഇത്തരം ചർച്ചകൾ വ്യാപകമാകാനുള്ള കാരണം. ഇങ്ങനെയും ഇതിന് ഇത്രയും പ്രാധാന്യം പറയാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും പറഞ്ഞിട്ടുണ്ട് രോഗത്തിന്റെ വിഷയത്തിൽ. നബി മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അതൈമുൽ ജാഇ വഊദുൽ മരീദ് ഫകുഫു വഫുക്കു അൽആനിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ വിശക്കുന്നവനെ ഭക്ഷിപ്പിക്കുകയും രോഗിയെ സന്ദർശിക്കുകയും യുദ്ധത്തടവ് പുള്ളിയെ വിട്ടേക്കുകയും ചെയ്യുക. വിശ്വാസിയുടെ 5 ബാധ്യതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയപ്പോഴും അവിടെയും പ്രവാചകൻ എന്നെ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖംസുൻ തജിബു ലിൽ മുസ്ലിമി അലാ അഖീഹി വഇയാദത്തുൽ മരീദ്. റസൂലുള്ളാഹ് ഒരു ആളോട് ഒരാൾക്കുള്ള 5 ബാധ്യതയാണ്. 5 കാര്യങ്ങൾ തന്റെ സഹോദരന് മേൽ ഒരു മുസ്ലിമിന് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് എണ്ണിയതിലും
അവൻ രോഗിയായാൽ നീ സന്ദർശിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്ത്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് 6 ബാധ്യതകളുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ എണ്ണിയതിലും വൈദാ മരിദ ഫഅൽത, അയാൾ രോഗിയായാൽ നീ അയാളെ സന്ദർശിക്കണം. പ്രവാചകൻ വളരെ മഹത്തരമായ ഒരു ആദർശമാണ് അവിടെ പഠിപ്പിക്കുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്? അയാളെ കണ്ടാൽ നീ സലാം ചെല്ലണം. അതേപോലെ തന്നെ അയാൾ രോഗിയായാൽ നീ എന്ത് ചെയ്യണം? സന്ദർശിക്കണം. അയാളുടെ ജനാസ നീ എന്ത് ചെയ്യണം? പിന്നെ ജനാസയോടൊപ്പം നീ പോണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ ഒരു കുടുംബത്തിലാവട്ടെ സമൂഹത്തിലാവട്ടെ ജീവിക്കുന്ന സമയത്ത് അയാൾ വിശ്വാസിയാണോ, അയാൾക്ക് ഇത്തരം ബാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് സഹാബാക്കൾ ഇരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇന്ന് ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തില് രോഗിയെ സന്ദർശിച്ചവരുണ്ടോ എന്ന് ചോദിച്ചപ്പോ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി. ഒരാളെ എഴുന്നേറ്റ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാമത് ചോദിച്ചു, ആരെങ്കിലും ഇന്ന് ഏതെങ്കിലും ജനാസയെ അനുഗമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാവരും നോക്കുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നത് അബൂബക്കർ സിദ്ദീഖ്. ആരെങ്കിലും ഇന്ന് നോമ്പ് അനുഷ്ഠിച്ചവരുണ്ടോ എന്ന് ചോദിച്ചു. അതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അങ്ങനെ റസൂലുള്ളാഹി ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഒരാൾ റെഡിയിൽ അവിടെ ഉണ്ടായി. നമ്മളെല്ലാവരും ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഒന്നും വേണ്ട, നമ്മളൊരു തിങ്കളോ വ്യാഴോ നോമ്പ് നോറ്റിട്ടുണ്ടോ എന്ന് ചോദിച്ചാലെങ്കിലും ഒന്ന് ആന്ന് പറയാൻ, അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ എന്നല്ല, ആരെങ്കിലും തന്റെ രോഗിയായ വാപ്പാന്റെ അടുത്ത് പോയോ എന്ന് ചോദിച്ചാലെങ്കിലും യെസ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, രോഗിയായി കിടക്കുന്ന ഉമ്മാന്റെ അടുക്കൽ പോകാറുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചായി പോയിട്ട്, പക്ഷെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പോരാ പ്രിയപ്പെട്ടവരെ, അവര് നമ്മളെ പോറ്റി വളർത്തി വലുതാക്കിയത് എന്തിനാണെന്നറിയോ? അവരിങ്ങനെ കിടക്കുന്ന സമയത്ത് മാത്രമേ അവർക്ക് ബദല് വേണ്ടുള്ളൂ. നമ്മളുടെ പ്രത്യുപകാരം അവർക്ക് വേണ്ടത് നമ്മളൊക്കെ തന്നെ ചിന്തിച്ചു നോക്ക്. നമ്മളിപ്പോ കുട്ടികളെ പോറ്റിയാൽ നമ്മളാകെ പ്രതീക്ഷ എന്താ? നമ്മൾ സുഖമില്ലാണ്ട് കിടന്നാൽ നമുക്ക് വെള്ളം എടുത്തു തരാനും നമ്മളോട് ഒപ്പെടുത്ത് കൊണ്ടുപോകാനും എന്റെ മോനുണ്ടാവണം. അതിനല്ല നമ്മൾ പോറ്റുന്നത്, അല്ലേ? വേറെന്തിനാ? മയ്യത്ത് നമസ്കരിക്കാൻ നാട്ടുകാർ വരും ആണോ? അതിനാണോ? അതിനല്ല. അവർക്ക് നമ്മൾ രോഗിയായി ആഫിയത്തില്ലാത്ത അവസ്ഥയിൽ നമുക്ക് പുറത്തുള്ള ആളുകൾ ഒരുപാട് കിട്ടില്ല. പാലിയേറ്റീവ് കെയറുകാരെ എപ്പോഴും കിട്ടില്ല. ഡോക്ടർമാരെയും നഴ്സുമാരെയും കിട്ടിയാൽ തന്നെ മക്കളെ കിട്ടിയതുപോലെ ആവില്ല. അതിനൊക്കെ ഒരു ഷെഡ്യൂളിലേ പോവുള്ളൂ. അപ്പൊ മക്കളെ കിട്ടണമെങ്കിൽ നമ്മൾ എന്താക്കണം? നമ്മുടെ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നവരാകണം. അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ തന്റെ മുതിർന്ന ആളുകളെ ആ മനുഷ്യൻ എന്ത് ചെയ്യണേ? നല്ലോണം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ അവനെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു പെടുത്തുന്നതാണ്. നമ്മളെ വാപ്പനെയും ഉമ്മനെയും ആദരിച്ച് ബഹുമാനിച്ച് ജീവിക്കുന്നത് കണ്ടാൽ, നമ്മളെ കാരണോടെ നമ്മൾ ബഹുമാനിച്ചാൽ നമ്മളെ മരിയക്കൾ നമ്മളെ ബഹുമാനിക്കും. നമ്മൾ നമ്മുടെ വാപ്പനെയും ഉമ്മനെയും ആദരിച്ച് ബഹുമാനിച്ച് അവരെ അനുസരിച്ചാൽ നമ്മൾ അനുസരിക്കുന്ന മക്കൾ നമുക്കുണ്ടാവും. ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ ഇതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് ബാധിക്കുന്നു. ഇനിയുള്ള കാലത വരാൻ പോകുന്നത് നിങ്ങൾ ആലോചിച്ചോ. ഞാൻ തുറന്നാണ് പറയുന്നത്, ഒന്നും വിചാരിക്കരുത് ആരും. എല്ലാവർക്കും വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. നിങ്ങൾ നോക്ക്, വയസ്സായ ആളുകൾ കുറവല്ലേ നമ്മളൊക്കെ കുടുംബത്തിൽ? കുറവാണ്. മുമ്പ് വയസ്സന്മാരെല്ലാ വീട്ടിലുണ്ടായിരുന്നു. അവർ കാണിച്ചിരുന്ന ആദരവും അവർ കാണിച്ചിരുന്ന സൂക്ഷ്മതയും അവർ കാണിച്ചു പുലർത്തിയിരുന്ന കുടുംബബന്ധവും കാരണത്താൽ അള്ളാഹു അവർക്ക് ആയുസ് നൽകി. അല്ലേ? ആലോചിച്ച്, ഇന്നുണ്ടോ അത്? ഈ പറഞ്ഞ മൂന്നും ഇന്നില്ല. അതുകൊണ്ട് പണ്ട് പുലർത്തി വന്ന ആളുകൾക്ക് ഇന്നൊരു പക്ഷെ ആയുസ്സുണ്ടാകും. നമുക്കൊക്കെ ഒരു പക്ഷെ ഉപ്പാവാന്ന് വിളിക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നമ്മളെ ഉപ്പാവാന്ന് വിളിക്കുന്ന ഒരു ജനറേഷനെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത് നമ്മൾ പരിശോധിക്കുക. കുടുംബ ബന്ധം പുലർത്തുന്ന കാര്യം മാത്രം പരിശോധിച്ചാൽ തന്നെ ഉറപ്പിക്കാൻ പറ്റും നമുക്ക് കിട്ടൂല. നമ്മളൊരാൾ ഉപ്പാവാന്ന് വിളിക്കുന്നതേ നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ ആ ദീന് കിടക്കുന്നത് നമ്മുടെ അടുത്ത്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. അള്ളാഹു ആയുസ് തരുന്നൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. എടുക്കേണ്ട പണി പുറത്ത് എടുക്കണം. കുടുംബ ബന്ധം പുലർത്താൻ പണ്ടത്തെ ആ കുടുംബ ബന്ധം സുഹൃതം അല്ലേ? കാരണവന്മാർക്കുള്ള മൂല്യം, എളാപ്പാക്കും മൂത്താപ്പാക്കുള്ള വലിപ്പം, ഉപ്പാവാക്ക് വലിപ്പം, ഉപ്പാവന്റെ അഭിപ്രായത്തിന് ആളുകൾ കൊടുക്കുന്ന പിന്തുണ ഇന്നെവിടെയവർ ഉള്ളിടത്ത് അവർക്ക് അതൊന്നും കിട്ടുന്നില്ല. മറ്റുള്ള സദസ്സുകളിൽ അവരെ കാണാനുമില്ല. അങ്ങനെ നഷ്ടപ്പെടുന്നു. അൽ ഖൈറു മാ അകാബിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്ത് തന്നെ കളിച്ചിട്ടും കാര്യമില്ല, ഖൈർ കിടക്കുന്നത് വലിയോലപ്പരാണ്. അവരുള്ള സദസ്സും അവർ തീരുമാനിക്കുന്ന അവരുടെ അവധാനതയും പക്വതയും പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടില്ല. അത് എക്സ്പീരിയൻസ് ആണ്, ജീവിച്ച എക്സ്പീരിയൻസ്, നമ്മൾ വായിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്.
അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ ആദരിച്ചാൽ നമ്മൾ ആദരിക്കുന്ന വിഭാഗമുണ്ടാകും. നമ്മൾ അവരെ ശുശ്രൂഷിച്ചാൽ നമ്മളെ ശുശ്രൂഷിക്കാൻ അള്ളാഹു ഒരു വിഭാഗത്തെ കൊണ്ടുവരും. അത് നമ്മുടെ മക്കളായിരിക്കും. അതുകൊണ്ട് അവിടെ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യത്തിൽ നമ്മൾ മറവിയിലാകാൻ പാടില്ല. ഇനിയോ അള്ളാന്റെ റസൂൽ പറയാണ്, തന്റെ കൂട്ടുകാരനെ സന്ദർശിക്കുന്ന ആൾ അവൻ സ്വർഗപാതയിലാണെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയാണ്, ഇന്നൽ മുസ്ലിമ ഇദാ ആദ അഖാഹുൽ മുസ്ലിം ലം യസൽ ഫീ ഖുർഫിഹിൽ ജന്ന ഹത്താ യർജി. ഒരു മുസ്ലിം തന്റെ മുസ്ലിം സഹോദരനെ സന്ദർശിച്ചാൽ അവൻ മടങ്ങുന്നതുവരെ സ്വർഗ്ഗത്തോപ്പിലാണ്. രോഗിയല്ലട്ടോ, രോഗിനെ സന്ദർശിക്കുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞത്. ഒരാളെ സന്ദർശിച്ചാൽ തന്നെ അയാൾ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയാൾ മടങ്ങുന്നത് വരെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തോപ്പിലാണ് അയാൾ. അത്രയും ധന്യതയിലും അത്രയും പ്രതിഫലത്തിലുമാണ് അയാൾ. എന്നാലോ തന്റെ സഹോദരനെ സാധാരണ അവസ്ഥയിൽ സന്ദർശിക്കുന്നതിന് റസൂലുള്ളാഹി ഇത്രയും പ്രതിഫലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി രോഗിയായി കിടക്കുന്ന ആളെ സന്ദർശിച്ചാലുള്ള പുണ്യവും റസൂൽ പറഞ്ഞു. പ്രത്യേകം പ്രവാചകൻ പറയാം, മൻ ആദ മരീളൻ നാദ മുനാദി മിനസ് സമാ ത്വബത വതാബ മുംശാക് വതബവത് മിനൽ ജന്നതി മൻസിലൻ. റസൂൽ പറയാൻ, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ ആകാശത്തു നിന്നും ഇപ്രകാരം വിളിച്ചു പറയപ്പെടും, നീ നല്ലവനായി നിന്റെ വഴികളെ സുഗന്ധപൂരിതമാക്കി, നീ സ്വർഗത്തിൽ ഒരു വീടിന്റെ വാതിൽ തുറന്നു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പം ബാംഗ്ലൂരിൽ ജീവിക്കുന്ന ആളുകൾ, ഇവിടെ നമ്മുടെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, രോഗാതുരമായ അവസ്ഥയിലൊക്കെ ഉണ്ടെങ്കിൽ സന്ദർശിക്കുക. നാട്ടിൽ പോയാൽ നമ്മളെ മെയിൻ ഡ്യൂട്ടി ഇതായിരിക്കണം, കുടുംബത്തിലുള്ള രോഗികളെ സന്ദർശിക്കുക. നിങ്ങൾക്കറിയോ, നമ്മുടെ സാന്നിധ്യം മതിയാവും ചിലർക്ക്. കണ്ണൂര് ഈ ജില്ലക്കാരൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ഭാഗത്തൊക്കെ ചിലപ്പോൾ സാമ്പത്തികം വെലിങ്ങനെ വേണ്ടി വരില്ല പലർക്കും. നമ്മുടെ സാന്നിധ്യമായിരിക്കും അവർക്ക് വേണ്ടിയത്. നിങ്ങൾ വേറൊരു ഒത്താശയങ്ങൾ ചെയ്തു തരണ്ട. നമ്മൾ പോവുക, അവരെ കൈപിടിക്കുക, അവരെ തലോടുക, അവരോട് ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ പറയുക, മുലാഖാത്ത് നടത്തുക, അവരോട് പൊരുത്തപ്പെടിക്കലുകൾ നടത്തുക, അവരുടെ പാപങ്ങളെ അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞു കൊടുക്കുക, അവിടെ കിടന്നിട്ട് ഇസ്തിഗ്ഫാറുകൾ ചെല്ലാൻ പറയാം, അദ്കാറുകൾ ചെല്ലാൻ പറയാം, ദുആകൾ പറഞ്ഞു കൊടുക്കുക, പ്രതീക്ഷകൾ നൽകുക. നിങ്ങൾ ഇവിടെ വെച്ച് നിങ്ങളുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തന്ന് എല്ലാം സ്ഫുടം ചെയ്യപ്പെട്ട നല്ലൊരു വിശ്വാസിയായിട്ട് ഈ ഭൂമുഖത്ത് നിന്ന് പോകുന്നതല്ലേ നല്ലത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു അതായിരിക്കും ഈ രോഗം കൊണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഒരു ബടായിയല്ല, ആ ഒരു വാസ്തവം അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. ചില ആളുകൾ രോഗാതുരമായ അവസ്ഥയിൽ ചെല്ലുന്നത് പ്രാർത്ഥിക്കുന്നതൊക്കെ ചിലർ തടയും. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ച മൂപ്പര് പേടിക്കിട്ടോ, നിങ്ങൾ ഇങ്ങനെ അധികാരം ചെയ്താൽ പേടിച്ചു പോകട്ടോ എന്നൊക്കെ വിചാരിക്കുന്നവരെ നമ്മൾ മനസ്സിലാക്കുക. രോഗാതുരമായ അവസ്ഥയിൽ ബെഡിൽ കിടന്നാലേ അള്ളാഹ് ഓർമ്മ വരിക അല്ലേ? ആലോചിക്ക്. അയാൾക്ക് മാത്രമല്ല, അയാളെ കൂടെ ജീവിച്ച, അടിച്ചു പൊളിച്ച് ജീവിച്ച ഭാര്യക്കും മക്കൾക്കും ഒക്കെ അള്ളാഹ് ഓർമ്മ എപ്പോഴാ? പാപ്പ കടന്നുപോയാലാ, ഭാര്യ കടന്നുപോയാലാണ്. അന്നേരമാണ് അള്ളാഹനെ വിളിക്കുക. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, ആവശ്യക്കാരാകുമ്പോഴാണ് നമ്മൾ അള്ളാഹനെ ഓർക്കാറുള്ളത് അല്ലേ? അമുസ്ലിങ്ങളായ ഡോക്ടർമാർ പോലും അവസാനം പറയാൻ തുടങ്ങി, ഇപ്പൊ എല്ലായിടത്തും എന്താ, ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഒരു രക്ഷയും കാണുന്നില്ല, ഇനി നിങ്ങൾ അള്ളാഹനോട് പ്രാർത്ഥിക്കുക. ആലോചിച്ച് നോക്കി. കാരണം എന്താ? കയ്യിന്ന് പോയി. ഇനി ആകാശലോകത്തെ അധിപനായ പ്രപഞ്ചനാഥനായ മലിക്കുൽ ജബ്ബാറായ ഷാഫിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിചയപ്പെടുത്തിയ റഹ്മാനായ റബ്ബ് വിചാരിച്ചാലേ ഇന്ന രോഗത്തിനും ഇന്ന പ്രശ്നത്തിനും പരിഹാരമുള്ളൂ എന്ന് എല്ലാരും പറയാൻ തുടങ്ങി അല്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് അവിടേക്ക് നമ്മളാണ് മുന്നിലെത്തേണ്ടത്. അവരുടെ വാക്ക് കേൾക്കാനൊന്നും കാത്തിക്കരുത്, അതിന്റെ മുമ്പേ റബ്ബിലേക്ക് വരും. ഇനിയോ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, രോഗം വന്നാൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടും ചികിത്സിച്ചിട്ടും മാറുന്നതിന് പകരം രോഗം വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനാണ് നമ്മൾ കരുതേണ്ടത്. അതിൽപ്പെട്ടതാണ് ഒന്ന് പ്രാർത്ഥന. രണ്ടാമത്തേത് എന്താ? സൂക്ഷ്മത. ഈ ഹലാലല്ലാത്തതൊന്നും വരരുത്. നമ്മുടെ വരുമാനത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയത്, ഹദിയ കിട്ടിയത്, അതായത് സമ്മാനം കിട്ടിയത്, സ്വതക്കയും സക്കാത്തുമായിട്ട് കിട്ടിയത്, ഈ മൂന്നും അല്ലാത്ത ഒന്നും നമുക്ക് വേണ്ട നോക്കാം. പിന്നെ ഏത് കിട്ടും? അത് ഇതിൽ ഈ പറഞ്ഞതിൽ എണ്ണിയിട്ടില്ലെങ്കിലും പിന്നെ ഈ അനന്തരാവകാശ സ്വത്ത് പോലത്തെ സംഗതികളിൽ കിട്ടും. ഇതല്ലാത്തതൊന്നും അതൊക്കെ ഈ ഹദിയന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. അല്ലാഹു ആലം. എന്ത് തന്നെയായാലും ഇതല്ലാതെ കിട്ടുന്നതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചോളി, അതിനൊക്കെ പരിക്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാലോ ഈ മൂന്ന് നമുക്ക് സ്വീകരിക്കാം. ഒരാൾ സമ്മാനം തന്നാൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് മുടക്കരുത്, വാങ്ങണം. സമ്മാനങ്ങൾ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇനിയോ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സന്ദർശിക്കുന്ന ആളുകൾക്ക് മലക്കുകളുടെ പാപമോചന പ്രാർത്ഥന കിട്ടുന്ന ഒരാൾ ഒരു വൈകുന്നേരം ഒരു രോഗിയെ സന്ദർശിച്ചാൽ
നേരം പുലരും വരെ അവന് വേണ്ടി 70,000 മലക്കുകൾ പാപമോചനം നടത്തുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഇനിയോ അവന് സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇനി ഒരാൾ രാവിലെ ഒരു രോഗിയെ സന്ദർശിച്ചാൽ വൈകുന്നേരം വരെ അവന് 70,000 മലക്കുകൾ പാപമോചനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവർക്കും സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇനി അള്ളാഹുവിന്റെ കാരുണ്യം അവരെ ചുറ്റിപ്പൊതിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മൻ ആദ മരിയൻ ലം യസിൽ യഖൂലു റഹ്മത ഹത്താ യജ്ലിസ് ഫഇദാ ജലസ അത്തസമ ഫീഹാ. റസൂൽ പറയുന്ന ഒരാൾ രോഗിയെ സന്ദർശിക്കാൻ പോയാൽ അവൻ ഇരിക്കുന്നത് വരെ അവൻ കാരുണ്യത്തിലായിരിക്കും. അവൻ രോഗിയുടെ അരികെ ഇരുന്നാൽ കാരുണ്യത്തിൽ അവൻ മുങ്ങിക്കുളിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എത്ര പുണ്യകരമാണ് എന്ന് മനസ്സിലാക്കുക. രോഗാതുരമായ അവസ്ഥയിൽ കിടക്കുന്ന ആളുകളെ സന്ദർശിക്കുക എന്നതാണ് പ്രധാനം. പിന്നീടാണ് അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കാര്യത്തിൽ ഇനിയും നമുക്ക് സൂക്ഷിക്കാനുണ്ടെങ്കിൽ അങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. രോഗത്തിൽ നിന്ന് പ്രതിരോധം കണ്ടെത്തുകയും അതിൽ നിന്നൊക്കെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും രോഗികളെ സന്ദർശിക്കുകയും ചെയ്യുക എന്ന വളരെ മഹത്തരമായ ഒരു കാര്യമാണ് നമ്മൾ ഖുതുബയിൽ പറഞ്ഞത്. അല്ലാഹു ആ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ ഇല്ലാത്ത ആളുകൾ ഉണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ. മാതാപിതാക്കളിൽ ഒരാളുള്ളവരുണ്ടാകും. മാതാപിതാക്കളിൽ രോഗികളായി കിടക്കുന്ന ആളുകളുണ്ടാകും. അവർക്കൊക്കെ നമ്മളുടെ സാന്നിധ്യം, ലീവ് എടുത്തിട്ട് പോയിട്ടെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കി, പാപ്പ സുഖല്യാണ്ടായി കിടന്നാൽ പൈസ അയച്ചു കൊടുത്തു, മോന് സുഖല്യാണ്ടായി കേട്ടാല് ഇവിടുന്ന് ലീവ് എടുത്ത് പോകുന്ന ആൾക്കാരും അല്ലേ. ഭാര്യ സുഖല്യാന്ന് കേട്ടാല് ലീവ് എടുത്ത് പോകും. ബാപ്പ സുഖല്യാന്ന് കേട്ടാലോ ലീവ് എടുത്ത് പോകില്ല. പക്ഷെ ബാപ്പനോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ബാപ്പ ലീവ് എടുത്ത് വന്നത് എന്നേനൊന്നും. ബാപ്പ പറയും, പണ്ട് ഞാന് ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് സുഖല്യാന്ന് കേട്ടപ്പോ ഞാൻ ലീവ് എടുത്തു, അതിന്റെ പേരിൽ എനിക്ക് അന്ന് ജോലി പോയിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണോ? നമ്മളോ ബാപ്പ സുഖല്യാന്ന് കേട്ടാൽ നമ്മളൊരു എടുക്കാൻ. നിങ്ങൾക്കറിയോ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ഉമ്മാക്ക് സുഖല്യായിട്ട് ഉമ്മാന്റെ കാല് തടവിയിട്ട് ഒന്ന് അടുപ്പിച്ചിരുന്നേ, അവിടെ നിൽക്കുന്നുണ്ട് പുറത്താളുകൾ. ഉമ്മാന്റെ കാല് തടവില ചാരി ഇരിക്കുന്നവരൊക്കെ രോഗമൊന്നും ഇല്ലെങ്കിൽ ഒന്ന് നിവർന്നിരുന്നോളി പ്ലീസ്. ചാരി ഇരുന്നിട്ട് എന്താ പറയാ, ഹോട്ടലിൽ നമ്മൾ ചാരി ഇരിക്കൂലോ, ചാരി ഇരിക്കൂല. ഹോട്ടലിൽ മുന്നോട്ട് ഇരുന്നിട്ടാണ്. കാരണം എന്താ, തിന്നുകയാണല്ലോ. ദയവ് ചെയ്തിട്ട് ആരോഗ്യമുള്ളവർ ചാരി ഇരിക്കരുത് അള്ളാഹുവിനോർത്തിട്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ഉമ്മാന്റെ കാല് തടവാൻ പറഞ്ഞിട്ട് തടവിക്കൊടുത്തു. രാവിലെ നേരം വെളുത്തപ്പോ ഉമ്മ കണ്ണു തുറന്നു നോക്കുമ്പോ തടവുകയാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക്. ഉമ്മാന്റെ കാല് തടവുകയാണ്. സൈനുൽ ആബിദീൻ ഉമ്മാന്റെ ഒപ്പം ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ നോക്കിപ്പോയതാ ഉമ്മാന്റെ ഒരു ഭാഗം. അത് ഉമ്മാക്ക് ഇഷ്ടമായിരിക്കും, ഉമ്മ അതായിരിക്കും തിന്നാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കിയ സൈനുൽ ആബിദീൻ ആ ഭക്ഷണം തിന്നാതെ നിർത്തിയിട്ട് പോയി. ഉമ്മ ചോദിച്ചെന്താ അതും കൂടി തിന്നൂടായിരുന്നോ? ഇല്ല. എന്താ, ഉമ്മ അത് നോക്കിയിരുന്നു അത്രേ. ഉമ്മ തിന്നാൻ ഉദ്ദേശിച്ചത് ഞാൻ തിന്നു പോവണ്ടെന്ന് ചിന്തിച്ചു. ഒരു സഹാബി, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ജീവിച്ചൊരു സഹാബി തന്റെ മാതാവ് രോഗിയായി കിടന്ന് വെള്ളം ചോദിച്ചു. അങ്ങനെ പുറത്തുപോയി രാത്രിയിൽ തോൽപാത്രത്തിൽ വെള്ളവും കൊണ്ടുവന്നപ്പോ ഉമ്മ ഉറങ്ങുകയാണ്. അങ്ങനെ ഈ തോൽപാത്രത്തിലെ വെള്ളവുമായി തലക്കും പുറത്തിരുന്നു. എപ്പോഴാ ഉമ്മ എഴുന്നേൽക്കുന്നറിയോ? രാവിലെ. ആ രാവിലെ എഴുന്നേൽക്കും. ഉമ്മാന്റെ ഉറക്കം പോക്കണ്ടെന്ന് വിചാരിച്ചു. രാവിലെ വരെ ആ തോൽപാത്രവുമായിട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടോ പറയാൻ? എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, 1.5 ലക്ഷമായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ. അതൊക്കെ ആർക്കും സാധിക്കുന്നതാണ്. നമ്മളെ ഈമാൻ കിടക്കുന്നത് ഇപ്പുറത്താ. ഞാനീ പറഞ്ഞെടുത്ത് ഉമ്മാന്റെ കാഷ്ടം വാരാൻ, ബാപ്പന്റെ കാഷ്ടം വാരാൻ, ബാപ്പനൊന്ന് കുളിപ്പിക്കാൻ, രോഗാതുരമായ അവസ്ഥയിലല്ല, ആരോഗ്യമുള്ള കാലത്ത് ഒരു ബക്കറ്റ് വെള്ളം കോരി തലയിൽ വെച്ചു കൊടുക്കാൻ കഴിഞ്ഞവരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ബാപ്പാന്റെ മരുന്നൊന്ന് പൊട്ടിച്ച് വായിൽ വെച്ചു കൊടുക്കാൻ നമുക്ക് എത്ര പാക്കറ്റ് ഗുളികകൾ അവർ പൊളിച്ച് വായിലിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? അവര് രോഗം വന്നാൽ അവര് നടന്നു പോകും, അവര് കാണിക്കും. അവര് അലമാരയില്
അവര് പണം വെക്കുന്നത് പോലെ ഗുളിക വെക്കും, എന്നിട്ട് അവരെടുത്ത് കീശയിലിടും. കല്യാണത്തിന് പോകുമ്പോൾ അവര് പൊട്ടിച്ചു കുടിക്കും അല്ലേ? അവരെ കാര്യത്തിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. സത്യം അള്ളാഹുവോർത്തിട്ട് പറയാൻ കഴിയണം നമുക്ക്. അവരുടെ കാര്യത്തിൽ സമ്പൂർണ്ണമായി എനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് കഴിയണം പ്രിയപ്പെട്ടവരെ. ഇല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടാൽ അത് പോയി എന്നത് മാത്രമല്ല, നമ്മൾ കിടക്കുന്ന കാലത്ത് ഈ സൗഖ്യം കിട്ടാത്തവരായിട്ട് നമ്മൾ മാറിയേക്കും. അതെങ്കിലും ഭയപ്പെടണം നമ്മളെല്ലാവരും. നമ്മൾ രോഗിയായി കിടക്കുമ്പോൾ നമ്മുടെ മോൻ കാനഡയിലായിരിക്കും, നമ്മുടെ മോൻ അമേരിക്കയിലായിരിക്കും, വീഡിയോ കോളുകൾ ഉണ്ടാവും എപ്പോഴും. ഇപ്പുറത്താരായിരിക്കും? ഒരു ദുവയോ ഒന്നും അറിയാത്തൊരു നേഴ്സ് ഉണ്ടാവും. മതിയോ? അങ്ങനെ മതിയോ? നമുക്ക് തടവി തന്ന് പ്രാർത്ഥിച്ച് വെള്ളം തന്ന് നമ്മളുടെ കാര്യങ്ങൾക്ക് നിങ്ങളെയോ സംസാരിക്കാൻ കഴിയാത്ത വാപ്പാന്റെ അടുത്ത് ഒന്നെടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നിസ്കരിച്ചു കൊടുക്കുകയാണ്, ചൊല്ലിക്കൊടുക്കുകയാണ്. വാപ്പങ്ങനെ തലാട്ടുകയാണ്. കാരണം ചെല്ലാൻ കഴിയുന്നില്ല, മെമ്മറി വിട്ടുപോവാണ്. നമ്മളൊരു അല്പം മാറുമ്പോഴേക്കും നോക്കിപ്പോവാണ്. അങ്ങനെയും അശ്രദ്ധരായി നിൽക്കുന്ന ആളുകളവരെ നമസ്കരിപ്പിക്കുകയാണ്. കഴിഞ്ഞിട്ടുണ്ടോ ആർക്കെങ്കിലും? അതിനൊക്കെയും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. രോഗാതുരമായ അവസ്ഥ നമുക്ക് വന്നാലും നമ്മളുടെ ഇബാദത്തുകളും അമലുകളും കൊണ്ട് സമ്പൂർണ്ണ സമ്പന്നനായിട്ട് ബെഡിൽ കിടക്കാൻ നമുക്ക് സാധിക്കണം, ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ 5 കാര്യങ്ങൾ വരുന്നതിന്റെ മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമാക്കണമെന്ന് പറഞ്ഞെടുത്ത് പറയില്ലേ? നിങ്ങൾ രോഗിയാകുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ ആരോഗ്യം, ഇൻഷാ അല്ലാഹ് മറ്റു ഖുത്ബയിൽ നമുക്ക് കേൾക്കാം, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ഫലപ്രദമാക്കണം. രോഗിയായിട്ട് കിടക്കുമ്പോൾ ചിന്തിക്കാൻ കഴിയണം, ഇപ്പോഴല്ലേ ഞാൻ കടന്നിട്ടുള്ളൂ, ഇത്രയും കൊല്ലം ഞാൻ ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, പള്ളിയിൽ പോവാറുണ്ട്, മക്കളെ കൊണ്ടുപോയിട്ടുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങളിൽ ഞാൻ നിന്നിട്ടുണ്ട്, ഉദയത്തിലും മറ്റേ അങ്ങനെയുള്ള ഇങ്ങനെ എണ്ണി പറയാൻ കഴിയുന്നവർക്ക് സമാധാനത്തിൽ കിടക്കാൻ പറ്റും. ചിലർക്ക് കിടന്നാലാ ഓർമ്മ വരിക, പള്ളി ഉണ്ടേനുമില്ലേ എത്ര അടുത്ത്, ഉംറക്ക് പോകാനുള്ള ഫണ്ട് ഇത്ര അക്കൗണ്ടിൽ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ കിടന്നാലാ ചിന്തിക്കുക. പറ്റൂല പ്രിയപ്പെട്ടവരെ, ആ ഒരു ഗതികേട് നമുക്ക് വരരുത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം രോഗിയായി കിടന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ സഹാബികൾ വന്നു. സഹാബികൾ ചോദിച്ചു, അബൂ ഹുറൈറ എന്താ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ കൂടെ ജീവിക്കുന്ന ആളല്ലേ, നടക്കുന്ന ആളല്ലേ, എന്താ ഒരു പ്രയാസം മുഖത്ത് എന്ന് ചോദിച്ചപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖബറിലേക്കുള്ള യാത്രയിലേക്ക് ഒരുങ്ങുക, ഞാൻ പോവാൻ നിൽക്കുക, ഞാൻ മരണം മുന്നിൽ കാണുന്നുണ്ട്, പക്ഷെ എന്റെ കയ്യിൽ എന്താണ് പാതയമുള്ളത്, കയ്യിൽ എന്താ ഉള്ളത് എന്ന് ആലോചിക്കുമ്പോ ആകെ ബേജാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിരക്കണക്കിന് ഹദീസുകൾ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ച പ്രഗൽഭനായ പണ്ഡിതനാണ് അബൂ ഹുറൈറ. നമസ്കാരത്തിൽ വിശപ്പ് കാരണത്താൽ ബോധം കെട്ട് സ്വഫിൽ വീണുപോയ സഹാബിയ. നമസ്കാരം കഴിഞ്ഞാൽ വാതിലിന്റെ അടുത്ത് നിൽക്കും, ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോയാൽ അന്നത്തെ പശിയടക്കാലോ എന്ന് വിചാരിച്ചിട്ട്, അന്നത്തെ വിശപ്പടക്കാൻ പുറത്തെ ആളുകൾ ക്ഷണിക്കാൻ വേണ്ടിട്ട് നിന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം 100 സ്വർണ്ണനാണയം ഒരാൾ കൊടുത്തേച്ചല്ലോ അദ്ദേഹത്തിന്, നിങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി ആ കൊണ്ടുപോയ ആഗതം വന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ ആള് മാറിപ്പോയത്, അങ്ങക്കല്ലായിരുന്നു തരാൻ പറഞ്ഞത്, ആള് തെറ്റിപ്പോയി, തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അബൂ ഹുറൈറ എന്താ പറഞ്ഞത്, സഹോദരാ നീ ഇത് തന്ന് തിരിച്ചു പോകുമ്പോഴേക്കും ഞാനതെല്ലാം ദാനം ചെയ്തു പോയി, കൊടുത്തയച്ച ആളോട് പറഞ്ഞേക്ക് ബൈത്തുൽ മാലിൽ നിന്ന് എനിക്ക് വേതനം കിട്ടുമ്പോൾ ഞാൻ കൊടുത്തു വിട്ടാണ്. അങ്ങനെ അമല് ചെയ്ത അബൂ ഹുറൈറയാണ് രോഗമായി കിടക്കുന്ന സമയത്ത് ടെൻഷൻ അടിച്ചു പോയത് എന്ന് നമുക്ക് മറക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അവിടെയൊക്കെയും നമ്മളൊക്കെ സൂക്ഷിക്കേണ്ടത്, അവരൊക്കെയും കിടന്നിടത്തേക്കും അവരൊക്കെയും അനുഭവിച്ചിടത്തേക്കും പോകാനുള്ളവരാണ് നമ്മൾ. കയ്യിൽ വല്ലതുമുണ്ടോ ആലോചിക്കാൻ നമ്മളെല്ലാവരും, യുവാക്കളെ ചിന്തിക്കണം നമ്മളെല്ലാവരും. നമ്മുടെ യൗവനം ചിലപ്പോൾ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. യൗവനത്തിൽ ചെയ്തു വെച്ച മഹാപാപങ്ങൾ, അറിഞ്ഞോ അറിയാതെയോ, ആളുകൾ അറിഞ്ഞതോ അറിയാത്തതോ ആയ മഹാപാപങ്ങൾ നമ്മളെ കുടുക്കിയേക്കും. ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് നമ്മളെ മരണം കൊണ്ടുപോയാൽ നമ്മുടെ കയ്യിൽ മഹാപാപങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാനുള്ള സൽക്കർമ്മങ്ങൾ സദാസമയവും ചെയ്തുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്ത്, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, നിങ്ങളുടെ നന്മകൾ നിങ്ങളുടെ തിന്മകളെ മായ്ച്ചു കളയുമെന്ന് ഖുർആൻ പറഞ്ഞ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളിൽ ഞങ്ങൾ മുന്നിലേക്ക് വരിക, തിന്മകളിൽ നിന്ന് നമ്മൾ സലാം ചെല്ലുക, അതിനെല്ലാം ഒഴിവാക്കി സമ്പൂർണ്ണമായ സൂക്ഷ്മാലുക്കളായി ജീവിക്കുവാൻ കഴിയുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിലൂടെ അവരുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മളുടെ പ്രിയപ്പെട്ട വാപ്പയും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും രോഗാതുരമായ അവസ്ഥയിൽ കിടക്കുന്നവരാണ്. അല്ലാഹുവേ, അവർ പ്രയാസപ്പെടുന്നതിന് ബദലായി അവർക്ക് ഏറ്റവും നല്ല ശിഫ നൽകുകയും അവരുടെ ചെറിയ ചെറിയ പാപങ്ങളും വൻപാപങ്ങളും അതിലൂടെ പുറത്തു കൊടുക്കുകയും അങ്ങനെ സ്വന്തം ചെയ്ത അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിലേക്ക് പ്രവേശിക്കുവാൻ മാത്രം
ഗുണം ചെയ്യപ്പെട്ടവരായി അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരായി അവരെ നീ മാറ്റുകയും ചെയ്യണമേ. അവർക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ നീ അവർക്ക് ജീവിതം നൽകണമേ. അവർക്ക് മരണമാണ് ഖൈറെങ്കിൽ അള്ളാഹുവേ നീ അവർക്ക് മരണമാണ് ഖൈറാക്കി വെച്ചതെങ്കിൽ അവരെ പ്രയാസപ്പെടുത്താതെ സുഖലോലുപന്മാരായി സ്വർഗത്തിൽ ജീവിക്കുന്നവരായി അള്ളാഹുവേ നീ അവർക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم إنا نعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال. توفنا مسلما وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد.